ഹലോ നമസ്കാരം, താരാസ് കൊണ്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, നമുക്കിന്ന് രണ്ട് ചെറിയ ചെറിയ കറികളുടെ റെസിപ്പീസുമായിട്ടാണ് ഞാൻ വന്നേക്കണത്. നമുക്ക് ലഞ്ചിന് കഴിക്കാൻ പറ്റിയ രണ്ട് കറികളാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജിലൊക്കെ നോക്കുമ്പോൾ ചില പച്ചക്കറികളൊക്കെ ഇരിക്കുന്നുണ്ടാവും. ഇപ്പോൾ ക്യാരറ്റ്, കായ അല്ലെങ്കിൽ കോളിഫ്ലവർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ രണ്ട് എണ്ണ അല്ലെങ്കിൽ മൂന്നെണ്ണമൊക്കെ ബാക്കി വന്നിരിക്കുകയാണെങ്കിൽ നമ്മളതൊന്നും വേസ്റ്റ് ആക്കാതെ നമുക്കിങ്ങനത്തെ ഒരു കൂട്ടുകറി വയ്ക്കാം. ഇപ്പോൾ ക്യാരറ്റൊക്കെ മേടിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കേടായി പോകും. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഫ്രിഡ്ജിലിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ പുറത്തൊക്കെ ഇരിക്കണം, അതായത് പച്ചക്കറി ആയാലും വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കൂട്ടുകറി വയ്ക്കാം. പിന്നെ ഒരു രസവും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഞ്ച് അടിപൊളിയാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ ക്യാരറ്റ് ഫ്രിഡ്ജിലിരുന്നിരുന്ന ക്യാരറ്റുകൾ 5-6 ഉള്ളതെല്ലാം എടുത്തേക്കാണ്. പിന്നെ അതിലേക്ക് രണ്ട് കായ, ചെറിയ കായ, പിന്നെ ഒരു കഷ്ണം ക്യാബേജ്, പിന്നെ മല്ലിയില, പച്ചമുളക്, ഇഞ്ചി, തക്കാളി ഞാൻ രസത്തിന് വേണ്ടി എടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ക്യാരറ്റും ക്യാബേജൊക്കെ ഞാൻ ഒരു തവണ തോരൻ വെച്ചതാണ്. അപ്പോൾ ഈ തവണ ഈ കൂട്ടുകറി കൂടി അത് ചേർക്കുകയാണ്. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഉരുളക്കിഴങ്ങ്, കോളിഫ്ലവർ, ബീൻസ് അതൊക്കെ ഉണ്ടെങ്കിലും എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സ്കൂളിൽ പോണ പിള്ളേർക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റിയ നല്ല അടിപൊളി വെജിറ്റബിൾ കറിയാണിത്. അപ്പോൾ വെജിറ്റബിളൊക്കെ കൂട്ടാത്ത പിള്ളേർക്കും ഇതിങ്ങനെ തേങ്ങയൊക്കെ ചേർത്ത് വെളുത്തുള്ളിയൊക്കെ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ അവർ പച്ചക്കറിയൊക്കെ കൂട്ടാത്ത പിള്ളേരും ഇത് കൂട്ടിക്കോളും. ഇപ്പോൾ ലഞ്ച് ബോക്സിലും ഒക്കെ വയ്ക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ്. അപ്പോൾ നമ്മളതൊക്കെ കുക്കറിലിട്ടാണ് വേവിക്കണത്. ഒറ്റ വിസിൽ കേട്ടാൽ മതിയാവും. പിന്നെ അതിലേക്ക് ഒരു പകുതി സവാളയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മല്ലിയില കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഈ മാങ്ങയുടെ ഒരു 3-4 കഷ്ണം ചേർക്കുന്നുണ്ട്. ഇത് മഞ്ഞ കളറാണെങ്കിലും പുളിയുള്ള മാങ്ങയുണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ മാങ്ങയുടെ ഒരു ചെറിയ പുളിക്ക് വേണ്ടി ഒരു 3-4 കഷ്ണം കൂടി ചേർത്തിട്ട് നമ്മൾ ഒറ്റ വിസിൽ വേപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നാലാണ് ഇത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ പച്ചക്കറികളൊക്കെ ഇവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. വെളുത്തുള്ളിയൊക്കെ ഇതിലേക്കൊക്കെ കൂടുതൽ ചേർക്കണം, ഇപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് കറികൾ, നാടൻ കറികളൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി മാത്രമേ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കണുള്ളൂ. പച്ചമുളക് നമ്മൾ ചേർത്തേക്കണാരും തന്നെ മഞ്ഞൾപ്പൊടിയും ചേർക്കുക. പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട്, ചെറിയ മിക്സിയിൽ എടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് ഉപ്പില്ലെങ്കിൽ ഇതിനൊക്കെ ആവശ്യമുള്ള ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികളുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തേങ്ങയും വെളുത്തുള്ളിയൊക്കെ ചേർത്തേക്കണാലും തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഒരു കുഴമ്പൻ രൂപത്തിലാണ് ഇത് എടുത്തേക്കണത്, ചെറിയ ചാറോടുകൂടി. ഇപ്പോൾ ചോറിന് വേണമെങ്കിൽ നമുക്കിത് തന്നെ കൂട്ടാൻ പറ്റും. അപ്പോൾ അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഈ കൂട്ടുകറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. പിന്നെ നമുക്ക് രസത്തിന് വേണ്ടി വെളുത്തുള്ളി, ചെറിയ 5-6 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 ഇടത്തരം തക്കാളി, പിന്നെ 2-3 പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, ഇതൊക്കെ കൂടി നമ്മളൊന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. സെപ്പറേറ്റ് ഒന്നും ചെയ്യണ്ട, ഇതെല്ലാം കൂടി ഒന്നിച്ച് ക്രഷ് ചെയ്താൽ മതിയാകും. പിന്നെ കുരുമുളക് ഞാൻ പൊടിയാണ് ചേർക്കണത്. വേണമെങ്കിൽ വലിയ മുഴുവൻ കുരുമുളക് ഇതിലേക്ക് കൂടി ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ പൊടിയാണ് ചേർക്കണത്. അപ്പോൾ നമ്മൾ രസം വെക്കണ തന്നെ ഞാൻ മൺചട്ടിയിലാണ് ചെയ്യണത്. അപ്പോൾ മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കടുകും, ഒരു 1/2 ടീസ്പൂൺ കടുകും, ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. മൂത്തൊന്നും പോകണ്ട. കടുകും ഉലുവയും കൂടി ഇട്ടൊന്ന് പൊട്ടി വരുമ്പോൾ തന്നെ നമുക്ക് മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കൂട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. മൂത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂട് കയറുമ്പോൾ തന്നെ നമുക്കതിലേക്ക് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മതിയാകും. അതും കൂടി ചേർത്തിട്ട് നമുക്ക് പുളിവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ വർഷക്കാലത്തൊക്കെ നമ്മൾ രസമൊക്കെ ഇടക്ക് കൂട്ടണം, വയറിനൊക്കെ എപ്പോഴും നല്ലതാണ്, ദഹന പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഈ കുരുമുളകും ഉലുവയും എല്ലാം കൂടി ചേർക്കണ കാരണം തന്നെ വെളുത്തുള്ളി
എല്ലാം കൂടി ചേർക്കണാനും തന്നെ ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും രസമൊക്കെ എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഈ വർഷകാലത്ത് ഒരു 1-2 പ്രാവശ്യമൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ നമുക്ക് അതൊന്ന് വാടിയിട്ട് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ഈ പുളിവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി രസവും കൂടി റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെയുള്ള കറികൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും വേണം. അപ്പോൾ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ചിൻ്റെ കറികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഈ രസത്തിലേക്ക് ഒരു ടേസ്റ്റൊക്കെ ബാലൻസ് ചെയ്യാൻ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ശർക്കരയിലും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി.